ഇന്ത്യയിൽ 1897 മത്സ്യബന്ധനത്തിനായിട്ട് നിയന്ത്രിക്കുന്ന ഒരു നിയമം വന്നത്. ഇന്ത്യൻ ഫിഷറീസ് ആക്ട് 7 സെക്ഷനുകൾ മാത്രമുള്ള ഒരു വകുപ്പായിരുന്നു അത്, ഒരു നിയമമായിരുന്നു അത്. 7 വകുപ്പുകൾ മാത്രമുള്ള. അതുപ്രകാരം തോട്ട പൊട്ടിച്ച അല്ലെങ്കിൽ ഡൈനാമിറ്റ് പൊട്ടിച്ച നമ്മുടെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ജലാശയങ്ങളിൽ നിന്ന് മീൻ പിടിക്കുന്നത്, വിഷം അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള എന്തെങ്കിലും കലക്കി മീൻ പിടിക്കുന്നതൊക്കെ നിരോധിച്ചിരുന്നു. അത് മാത്രമല്ല, അതാത് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുവാനായിട്ടുള്ള അനുവാദവും ഈ നിയമം കൊണ്ടുവന്നിരുന്നു. നമ്മുടെ മത്സ്യബന്ധന ഉപാധികൾ, അത് വലയാകാം, നീളമുള്ള ചൂണ്ടകളാകാം, കൂരുവലകളാകാം, പലതരത്തിലുള്ള വലകൾ, എന്തുമായിക്കോട്ടെ, വള്ളമാകാം, എന്തുമാകട്ടെ, അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ നിയമത്തിൻ്റെ 11-ാം വകുപ്പ് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുക. അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊന്നും കൂടി കൊണ്ട്, മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ആ നിയമത്തിൻ്റെ 18-ാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ നിന്ന് ലൈസൻസും നിർബന്ധമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല മീൻപിടുത്തമെന്നറിയുക. എന്നാൽ വിനോദത്തിനും വീട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മീൻ പിടിക്കുന്നത് തെറ്റല്ല. ഊപ്പ എന്ന് പറയുന്ന ഊപ്പപിടുത്തം അല്ലെങ്കിൽ ഊത്തപിടുത്തം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ മഴക്കാല വിനോദങ്ങളിൽ പെടുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. സന്തോഷമാണ്, അത് വിനോദമാണ്. പക്ഷേ ഒരു മത്സ്യസമ്പത്ത് ചിലപ്പോൾ ഈ മീൻപിടുത്തങ്ങൾ കൊണ്ട് ഇല്ലാതായി എന്ന് വരാം. ഇക്കൊല്ലം മാത്രം ചൂണ്ടയിട്ടാൽ മതിയോ? അടുത്ത കൊല്ലങ്ങളിലും നമുക്ക് ചൂണ്ടയിടേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടുത്തെ മത്സ്യസമ്പത്ത് നിലനിൽക്കേണ്ടതുണ്ട്. അതിനാണ് ചില നിയന്ത്രണങ്ങൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇനി ഇതിനൊക്കെ നിയന്ത്രണം ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ശിക്ഷയെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. കുറവൊന്നുമല്ല. ഈ നിയമപ്രകാരമുള്ള വകുപ്പനുസരിച്ച് അതനുസരിച്ചല്ല മീൻപിടുത്തം നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് 3 മാസം വരെ തടവിനോ അല്ലെങ്കിൽ 10,000 രൂപ പിഴയ്ക്കോ അർഹമായ കാരണമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നറിയുക.